ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ഒരു വീഡിയോ ആണ്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് സ്കൂളുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഒന്ന് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം, ഇത് നമ്മുടെ ഇവിടുത്തെ കൃഷിയാണ് കേട്ടോ. വെണ്ടയ്ക്കയിലല്ല, കത്തിരിക്കയും മുളകിൻ്റെയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതെല്ലാം ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നതാണ് പൂവിന് വേണ്ടിയായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. രാവിലെ തന്നെ മഴയും ചെറുതായിട്ടൊക്കെ ചാറ്റണുണ്ട്. ഞാനതൊക്കെ ഒന്ന് അവിടെ നിന്ന് നോക്കി. ഇനി വേണം കഞ്ഞിക്കൊക്കെ ഇടാൻ വേണ്ടി വെള്ളം. അങ്ങനെ ഞാൻ കഞ്ഞിക്കൊക്കെ ഉള്ള വെള്ളം ഇട്ടതിന് ശേഷം നമുക്കിന്ന് സാമ്പാറും കാബേജ് തോരനുമാണ് കേട്ടോ കൂട്ടുകാരെ. കുട്ടികൾ ഇന്ന് കുറവാണ് നമുക്കുള്ളത്. അപ്പം സാറ് മലക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് തന്നു. ഞാൻ കുട്ടികളൊക്കെ കുറവ്, അപ്പം സാമ്പാറും ചോറും ഒക്കെ ഉണ്ടാകും. അപ്പം ആ ജോലിയാണ്. രാവിലെ ഉപ്പുമാവൊക്കെ കഴിഞ്ഞു, കുട്ടികൾക്ക് കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ ജോലിയിലോട്ട് പോട്ടു. ആദ്യത്തേനും ഇല്ല. ആദ്യം ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ടേ ആദ്യത്തേനും ഇന്ന് നടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട്, കാരണം എന്നെ ശല്യം ചെയ്യരുത്, എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല എന്നെൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ ജോലിയിലേക്ക് പോകാൻ പോകുന്നു. കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ ഇട്ട് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നതിനെ മാറ്റി. അപ്പം അരി എടുക്കാൻ വേണ്ടി എണ്ണം നോക്കണേണ്. കാരണം ഓരോ ദിവസത്തെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ അനുസരിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് 30 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുട്ടികൾക്കുള്ള എണ്ണ എടുത്ത് അരിയൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഇട്ട്, പിന്നെ കുറച്ച് പാത്രമൊക്കെ ഇടുന്നതിനെയും കൂടെ കഴുകിയൊക്കെ ഒതുക്കി. അതിനുശേഷം നമ്മുടെ സാമ്പാറിനുള്ള മലക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു ഇറക്കി എടുത്ത് കുക്കറിലാക്കി കൊടുത്താലേ അത് 2 വിസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാമ്പാർ റെഡിയാവും. പിന്നെ അതിലോട്ട് നമ്മൾ നോക്കണ്ട, കാരണം ഇന്ന് ഉച്ച വരെ ഉള്ളൂ സ്കൂള്. അങ്ങനെ ഞാൻ പച്ചക്കറിയൊക്കെ നമ്മുടെ കുക്കറിനകത്താക്കി അതൊന്ന് അടച്ച് അങ്ങ് ഗ്യാസിൽ വെച്ച് കൊടുത്ത്. ഇനി നമുക്ക് കാബേജ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കാരണം അതിൻ്റെ പുറത്തുള്ള തോടൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഞാൻ വേസ്റ്റൊക്കെ ഒതുക്കിയതിന് ശേഷം നമ്മുടെ കാബേജ് ഒന്ന് മുറിച്ചെടുക്കുകയാണ്. 2 കാബേജ് കൊണ്ടുവന്ന് നമുക്ക് 1.5 കഷ്ണം, ഒന്നും വേറെ ഒന്നിൻ്റെ പകുതിയും മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയൊക്കെ എടുത്തിട്ട് പോയിരുന്നൊക്കെ കുനുകുന അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. കാരണം സമയമുണ്ട്, പയ്യെ അരിഞ്ഞെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കാബേജൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ തേങ്ങ തിരുവണം. നമുക്ക് തേങ്ങ തിരുവണം നിൽക്കുന്ന സമയത്ത് നമ്മുടെ 1ാം ക്ലാസ്സിൽ പഠിക്കണം എൻ്റെ കുട്ടികൾ വന്ന് എന്നെ കാണാൻ വേണ്ടി. അവർക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടി അതുകൊണ്ട് എന്നെ കാണിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മുടെ വെള്ളം ഉണ്ടല്ലേ, പേപ്പറിലുണ്ടാക്കി അത് കിട്ടിയതാണ് കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നിട്ട്, എനിക്ക് അതൊന്ന് വിടർത്തി കാണിച്ചു തരുമോ ആൻറ്റി എന്നൊക്കെ ചോദിച്ച് ഞാനതൊക്കെ അവർക്ക് ആക്കി കൊടുത്തതിന് ശേഷം തേങ്ങയൊക്കെ തിരികെ എടുത്തിട്ട് അവിടെയും കൂടെ ഒന്ന് തുടച്ചിട്ട്, കാരണം അപ്പോഴുള്ള ജോലി അപ്പം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി നേരം വേണമെങ്കിൽ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ തോരത്തിനുള്ളത് അടുപ്പിലാക്കി കൊടുത്തിട്ട് നമ്മുടെ തോരത്തിന് വേണ്ട അരപ്പ്, പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയെല്ലാം കൂടെ തേങ്ങയെ കൂടെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് നമ്മുടെ തോരനും റെഡിയാക്കി. അപ്പോൾ നമ്മുടെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറൊന്ന് എടുത്ത് ഇളക്കിയൊക്കെ വെച്ച് കൊടുത്ത് അതിനുശേഷം നമ്മുടെ അവിടെയൊക്കെ ഒന്ന് ക്ലീനിങ് ചെയ്തതിന് ശേഷം സാറിനുള്ള ചോറെടുക്കണേ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ സാമ്പാറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാറൊക്കെ കിട്ടിയാട്ടോ നമുക്ക്. ഇതാണ് നമ്മുടെ കാബേജ് തോരൻ. ഇനി പ്ലേറ്റിൽ സാറിനുള്ള ചോറെടുക്കണമെന്ന് വിചാരിച്ച് ചോറ് സാറിന് എടുത്ത് അതിൻ്റെ കൂടെ കാബേജ് തോരനും വെച്ച് ഒരു ബൗളിൽ സാറിന് ആവശ്യമായ കറിയും കൂടെ എടുത്ത് വെച്ച്. അപ്പോൾ അതിന് നമ്മുടെ PTSA മാമ ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ പിയൂണ് വന്ന് കൊണ്ട് പൊയ്ക്കോളും ചോറൊക്കെ. അപ്പോൾ കുട്ടികൾക്കുള്ളതാണ് ആദ്യം എടുത്തുകൊണ്ട് പോയതിന് ശേഷം വന്ന് സാറിനുള്ളതും കൂടെ കൊണ്ടു കൊടുക്കുക. അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വീട്ടിലോട്ട് എല്ലാ പേരും പോയി. അപ്പോൾ ഞാൻ മാത്രമുണ്ട്. ഇന്ന് ഞാനാണ് അവസാനം വന്നത്, ഞാനാണ് ഇന്ന് അവസാനം. എന്ന് ഞാൻ ആദ്യം വരും, എന്നിട്ട് ഞാൻ തന്നെ ഫസ്റ്റ് പോകാനായിരുന്നു. പക്ഷെ ഇന്ന് ഞാനാണ്. വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, കുറച്ച് ദിവസമായില്ലേ വെയിറ്റ് നോക്കിയിട്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് നോക്കിക്കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു അംഗൻവാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് ഞാൻ നോക്കിയപ്പോൾ ടീച്ചർ അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ വന്ന് വെയിറ്റ് നോക്കി. അപ്പോൾ ഞാനൊരു 78 ചില്ലറ, അതായത് 79 അടുപ്പിച്ചുണ്ടായിരുന്നു വെയിറ്റ്. അപ്പോൾ ഇപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ 4 കിലോ എനിക്ക് കുറഞ്ഞ കേട്ടോ. അപ്പോൾ ആ സന്തോഷത്തിൽ ഞാൻ ചിരിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ആദ്യത്തെ ഇവിടെ കിടന്ന ഡാൻസ്. അപ്പം തുണി നനച്ചിട്ടിട്ട് വെള്ളം കളയാൻ വേണ്ടി അതിൻ്റെ കണക്ഷൻ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനതൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ വന്നിരുന്ന ഡ്രസ്സൊക്കെ മാറിയിട്ട് ചായയുടെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവനോട് ചായ ഇടാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു മോദകമൊക്കെ എടുത്ത് കഴിച്ച്. അപ്പോൾ ഈ വീഡിയോ കണ്ട കൂട്ടുകാർ